ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള PSC 2017 തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ നടത്തിയ LDC എക്സാമിൽ നിന്നുള്ള കണക്കിലെ 20 ചോദ്യങ്ങൾ. ഈ ചാനലിൽ PSCയുടെ എല്ലാ ക്വസ്റ്റ്യൻസും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ 4/5 വലിയ ഭിന്നസംഖ്യ ഏത്? അപ്പോൾ 4/5 നമുക്ക് നോക്കാം. 4/5 എന്ന് പറയുന്നത് തീർച്ചയായും 1 ചെറിയ സംഖ്യ ആയിരിക്കും. 4/4 1ആണ്. 4/5 തീർച്ചയായും 1 ചെറിയ സംഖ്യ. നമ്മൾ ആദ്യമേ സമയം കളയാണ്ട് ആദ്യം എല്ലാ ഓപ്ഷനും ഒന്ന് ഓടിച്ചു നോക്കുന്നത് നന്നായിരിക്കും. 5/8 1 ചെറുതാണ്. 5/7 1 ചെറുതാണ്. 4/3 ശ്രദ്ധിക്കുക, 4/3 1 വലുതാണ്. 3/3 1ആണ്. 4/3 1 കൂടുതൽ. 4/7 1 ചെറുത്. അപ്പോൾ ഇവിടെ വലുത് കിട്ടിയത് ഓപ്ഷൻ സി 4/3. അപ്പോൾ വേറെ ഒരു ക്രിയയും ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസറിൽ എത്തിച്ചേരാം. ഇനി ഇത് 3/4 ആണ് തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അങ്ങനെയെങ്കിൽ എങ്ങനെ ചെയ്യും? ഈ 4/5 അതുപോലെ ഇവിടെ എഴുതുക. 4/5. ഇനി തന്നിട്ടുള്ള ഓരോ ഓപ്ഷനും എടുത്തെഴുതുക. 5/8. ഇനി ഒന്ന് ക്രോസ് ആയിട്ട് ഗുണിക്കുക. 4/8 32. ഇതിന് മുകളിൽ എഴുതി 5 × 5 25. അപ്പോൾ ഇതിൽ വലുതേതാണ്? 32 ആണോ 25 ആണോ? 32 വലുത്. അങ്ങനെങ്കിൽ അതിന് താഴെയുള്ള ഭിന്നസംഖ്യയാണ് വലുത്. അപ്പോൾ ഇതിൽ വലുത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലുത് 4/5 ആണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത ചോദ്യം, 1 2 4 1 4 6 4 1 ഈ ശ്രേണിയുടെ അടുത്ത സംഖ്യ ഏത്? അപ്പോൾ ഇത് മിശ്രഭിന്നമാണല്ലോ തന്നിരിക്കുന്നത്. അതിനെ എപ്പോൾ കിട്ടിയാലും ആദ്യം ഭിന്നസംഖ്യ ആക്കാം. 1 4 9/4. അതെങ്ങനെ കിട്ടി? 4 അതുപോലെ എഴുതി, ഡിനോമിനേറ്റർ ഉള്ളത് അതുപോലെ എഴുതി, ചരിച്ചു ഗുണിച്ചു. 2 × 4 8 പ്ലസ് 1 മുകളിലുള്ള 1 9/4. പിന്നെ 6 എഴുതി, 4 എഴുതി, അടുത്തെഴുതി 4 4 6 24 25/4. ഈ സീരീസ് എങ്ങനെയാണ് പോകുന്നത്? ഇടവിട്ടാണ് പോകുന്നത്. ഇവിടെ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, അടുത്ത് വരണ 3 സ്ക്വയർ 9. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ സീരീസ് എങ്ങനെ പോകുന്നു? 3 സ്ക്വയർ 9/4, അടുത്ത 5 സ്ക്വയർ 25/4. ആ സീരീസിലാണ് ഇത് പോകുന്നത്. നമുക്ക് അത് നോക്കണ്ട, നമുക്ക് ഇത് മാത്രം നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, 5 സ്ക്വയർ ഇൻറ്റു 5⁴ ഇൻറ്റു 5⁶ എക്സെട്ര 5⁴n = 0.008 - 13 ആയാൽ എന്നിൻ്റെ വില എത്ര? അപ്പോൾ ഇങ്ങനെ ഒരു സീരീസ് കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ ഈ മേളിൽ എഴുതിയിരിക്കുന്ന സംഖ്യകളൊന്ന് ശ്രദ്ധിക്കുക. 2 4 6 2 × n അതൊരു ഇരട്ട സംഖ്യ ആയിരിക്കും. 2 4 6 8 ഇരട്ട സംഖ്യ. ഇരട്ട സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ എന്തുവാണ്? n × n+1. അതാണ് തുടർച്ചയായ ഇരട്ട സംഖ്യ. 2 മുതൽ തുടർച്ചയായ ഇരട്ട സംഖ്യയിൽ കാണുന്നതിനുള്ള തുക. അപ്പോൾ ഈ തുകയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഒരു 5 കൊടുത്താൽ മതി. = ഇനി റൈറ്റ് സൈഡ് നോക്കാം. 0.008. അതിനെ എങ്ങനെ എഴുതാം? 8/1000 എന്നെഴുതാം. തെറ്റുണ്ടോ? ഇല്ല. 1000 - 30. ഇനി -30 നമുക്ക് മാറ്റണം. മൈനസ് ആക്കി പ്ലസ് ആക്കണം. എന്ത് ചെയ്യും? തിരിച്ചിട്ടാൽ മതി. 1000 ÷ 8 = 30. ഇനി നമുക്ക് ഒന്നുകൂടി ഇതിനെ അഡ്ജസ്റ്റ് ചെയ്താൽ 1000-ന് നമുക്ക് 10³ എന്ന് എഴുതാമല്ലോ. 10³ 1000. 8-ന് നമുക്ക് 2³ എന്ന് എഴുതാം. ⁻30. വീണ്ടും നമ്മൾ ചെയ്യുന്നു 10/2 the whole cube എന്നാക്കുന്നു. 10/2 the whole cube ⁻30. 10/2 എത്രയാണ്? 5. 5 the whole cube × 30 ആകുമ്പോൾ 5⁻90 എന്ന് കിട്ടും.
അപ്പം നമുക്ക് 5/90 എന്ന ടേമിൽ റൈറ്റ് സൈഡ് കിട്ടി, ലെഫ്റ്റ് സൈഡിലുള്ളത് 5/n(n+1). ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? 5ഉം രണ്ട് സൈഡ് ഒരേപോലെ ആയതുകൊണ്ട് n(n+1) എന്ന് പറയുന്നത് 90. n(n+1) എന്ന് പറയുന്നത് 90. അങ്ങനെയെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? 9ഉം n+1 10. 9 × 10 90. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 9 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ 289 കിട്ടും. സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ അത് ജസ്റ്റ് വേഗത്തിലൊന്ന് ഗുണിച്ചെടുത്താൽ മതി. 16 × 18 + 1 289. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഒരു സമഷഡ്ഭുജത്തിൻ്റെ ബാഹ്യകോണുകളുടെ തുക എന്ത്? അപ്പോൾ ഏത് ഒരു ഭുജത്തിൻ്റെയും ബാഹ്യകോണുകളുടെ അളവ് എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ആദ്യത്തെ 100 ഇരട്ടസംഖ്യകളുടെ തുക എത്ര? ഇരട്ടസംഖ്യകളുടെ തുക ഇക്വേഷൻ എന്തുവാണ്? നേരത്തെ പറഞ്ഞു n(n+1). ആദ്യത്തെ 100 n ന് 100 ആണ്. 100 × 101 101ഉം 2 0യും വരും. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഹരിയും അനസും ഒരേ തുക 2 വർഷത്തേക്ക് ബാങ്കിൽ നിക്ഷേപിച്ചു. ഹരി 10% സാധാരണ പലിശയ്ക്കും അനസ് 10% കൂട്ടുപലിശയ്ക്കും കാലാവധി പൂർത്തിയാക്കിയപ്പോൾ അനസിന് 100 രൂപ കൂടുതൽ കിട്ടിയെങ്കിൽ എത്ര രൂപ വീതമാണ് നിക്ഷേപിച്ചത്? അപ്പോൾ ഇവിടെ രണ്ട് വ്യക്തികൾ 2 വർഷത്തേക്ക്, ആ വർഷം പ്രധാനം, 2 വർഷത്തേക്ക് സാധാ പലിശയിലും കൂട്ടുപലിശയിലും നിക്ഷേപിച്ചു. അപ്പോൾ 2 വർഷത്തേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഓർത്തിരിക്കുക, ഈ കിട്ടിയ ഡിഫറൻസ് അത് ഈക്വൽ ടു 100 = P × പ്രിൻസിപ്പൽ അറിയില്ല എത്ര രൂപ, P × R². R എത്രയാണ്? 10 വീതമാണല്ലോ രണ്ടുപേര് നിക്ഷേപിച്ചത്. 10 × 10/100². അതാണ് ഇക്വേഷൻ. 100 × 100. 10 100. ഈ 100 ഇവിടെ പോകുമ്പോൾ 100 × 100 10,000. P = 10,000 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക, വേറെ ഒന്നുമില്ല. ആ ഡിഫറൻസ്, ആ തുക ഈക്വൽ ടു P × R²/100². അടുത്ത ചോദ്യം, √2ൻ്റെ പകുതി അതുപോലെ എഴുതി പോകുക. √2ൻ്റെ പകുതി √k എങ്കിൽ കെയുടെ വാല്യൂ എന്ത്? അപ്പോൾ റൂട്ട് മാറ്റാൻ എന്ത് ചെയ്യും? 2 സൈഡും ഒന്ന് സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ √2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 = k. k = 2/4 എന്ന് പറയുന്നത് 1/2. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ചടങ്ങിൽ വെച്ച് 2 വോളിബോൾ ടീം അംഗങ്ങളായ 6 പേർ വീതം പരസ്പരം കൈ കൊടുത്താൽ ആകെ എത്ര ഷേക്ക് ഹാൻഡുകൾ ഉണ്ടാകും? ഇക്വേഷൻ n² ആണ്. n² n = 6 ആണ്. 6² 36. ഓപ്ഷൻ ബി. 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ പലിശ നിരക്ക് എത്ര? നമ്മൾ ബേസിക് ഇക്വേഷൻ എന്തുവാണ്? I = PNR/100. നമുക്കിവിടെ പലിശ നിരക്ക് 6 ആണ് കാണേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതും? 100 × I/PN. ഇനി നമുക്ക് വാല്യൂ ഒന്ന് കൊടുത്താലോ? I ഇൻട്രസ്റ്റ് 1 പൈസ പലിശ. അപ്പോൾ 100 × 1/P എത്രയാണ്? 1 രൂപ. 1 രൂപ എന്ന് പറയുന്നത് 100 പൈസ. 100 × N മാസം, വർഷം 1/12. 12ൽ 1. 100 100 ക്യാൻസലോ? ഈ 12 മേളിൽ പോകും, 12 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വലുതേത്? 25 × 75 22 78 76 × 24 74 × 26. അപ്പോൾ ഇങ്ങനെ അടുത്തടുത്തുള്ള സംഖ്യകൾ, ഈ വലുതെല്ലാം അടുത്തടുത്തുള്ളതാണ്. 74 76 78 75. ചെറുത് നോക്കാം, 25 22 24 26. അപ്പോൾ ഇങ്ങനെയൊരു സീരീസ് കിട്ടുമ്പോൾ ഈ വലിയ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2 സെറ്റ് എടുക്കുക. ആദ്യം നമ്മൾ ഡിയും
എയും എടുക്കുന്നു. ഇവിടെ വ്യത്യാസം നോക്കി, 74ഉം 75ഉം തമ്മിലുള്ള വ്യത്യാസം 1, 26ഉം 25ഉം തമ്മിലുള്ള വ്യത്യാസം 1. അപ്പോൾ ഇങ്ങനെ 1, 1 ഏറ്റവും ചെറിയ സംഖ്യ ഡിഫറൻസ് ആയിട്ട് വരുവാണെങ്കിൽ ആ സെറ്റിലെ ചെറിയ സംഖ്യകളിൽ ഏറ്റവും വലുത് വരുന്നത്, ഈ സെറ്റിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 25ഉം 26ഉം. അതിൽ വലുത് വരുന്നത് 26 ആണല്ലോ, അതായിരിക്കും ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി നമുക്ക് ഈ രണ്ട് സെറ്റ് നോക്കാം. 76ഉം 74, 76 വ്യത്യാസം 2ആണ്. 24ഉം 26ഉം 2ആണ്. അപ്പോൾ ഇത് എടുത്ത് നോക്കിയാലും നമുക്ക് ആ ചെറിയ സംഖ്യകളിൽ ഏറ്റവും വലുത് വരുന്നത് എപ്പോഴും 26 തന്നെയായിരിക്കും. അപ്പോൾ വേറെ നോക്കണ്ട, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന മൂന്നക്ക സംഖ്യകൾ എത്രയുണ്ട്? അപ്പോൾ 7 കൊണ്ട് ഹരിക്കുകയും വേണം, ശിഷ്ടം 3 വരികയും വേണം. മൂന്നക്ക സംഖ്യകൾ 100ൽ നിന്ന് തുടങ്ങും. 100ൽ നിന്ന് 100 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ ശിഷ്ടം നമുക്ക് 2ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ 3 വരാൻ 1 കൂട്ടിയാൽ മതി ആദ്യ സംഖ്യ. അതേപോലെ അവസാന സംഖ്യ എപ്പോഴും 999 എടുക്കുക. അത് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം 5 കിട്ടും. 999 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ ശിഷ്ടം 5 കിട്ടും. നമുക്ക് 3 മതി. അപ്പോൾ വീണ്ടും 2 കുറയ്ക്കുക. അപ്പോൾ 997. ഇനി പദങ്ങളുടെ എണ്ണം കാണാൻ ഇവ തമ്മിലുള്ള വ്യത്യാസം 997 മൈനസ് 101 ബൈ പൊതുവ്യത്യാസം 7 പ്ലസ് 1, അത് ചെയ്യുമ്പോൾ 128 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, 10⁻499 എത്ര അക്കങ്ങളുണ്ട്? വേറെ ഒന്നും പറയണ്ട, ബേസ് ആയിട്ട് നോക്കിയാലോ. 10⁻1 എന്ന് പറയുന്നത് 10, 2 സംഖ്യ. 10⁻2 എന്ന് പറയുന്നത് 100ആണ്. അതിൽ 3 സംഖ്യയുണ്ട്. അപ്പോൾ 1 എഴുതിയപ്പോൾ 2 വന്നു, 2 എഴുതിയപ്പോൾ 3 വന്നു. അങ്ങനെയെങ്കിൽ 499 എഴുതുമ്പോൾ 500 ആയിരിക്കും വരിക. അടുത്ത് 8 സംഖ്യയുടെ ശരാശരി എ ആണ്. 14 എന്ന സംഖ്യ 30 ആക്കിയാൽ ശരാശരി എത്ര? അപ്പോൾ 14ന് പകരം 30 ആക്കി. അപ്പോൾ വ്യത്യാസം എത്രയാണ്? 16. ഈ 16നെ ഈ 8 പേർക്കും കൂടെ ഭാഗിച്ചു കൊടുക്കണം. അപ്പോൾ 16/8 2ആണ്. ആദ്യത്തെ ശരാശരി എ ആയിരുന്നു. ആ കിട്ടിയ 2 എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. +2, a+2 വരുന്നു. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, തുല്യവ്യാപ്തമുള്ള 2 വൃത്തസ്തൂപികളുടെ ആരങ്ങൾ 4:5 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ ഉയരങ്ങളുടെ ബന്ധം എത്ര? അപ്പോൾ വൃത്തസ്തൂപിക വോളിയം ഇക്വേഷൻ എന്താണ്? 1/3 πr² h is equal to 1/3 πr² h. ചെറുതിന് ചെറുതിട്ടു, വലുതിന് വലുതിട്ടു. 1/3 π ഈ രണ്ടിടം കോൺസ്റ്റൻ്റ് ആണ്. ബാക്കിയുള്ളത് r² h ഈക്വൽ ടു ക്യാപിറ്റൽ r² h. സ്മാൾ ആദ്യം ഇടുന്നു. 4² 16 h ഈക്വൽ ടു വലുതിടുന്നു 25 h. നമുക്ക് h/h ആണ് ആവശ്യം. ഈ h ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ 25/16, അതായത് 25:16. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, 10 പൂച്ചകൾ 10 സെക്കൻഡിൽ 10 എലികളെ തിന്നും. 100 സെക്കൻഡിൽ 100 എലികളെ തിന്നാൻ എത്ര പൂച്ച വേണം? ബേസിക് ഇക്വേഷൻ ഒന്ന് ഓർക്കുക. m1t1/w1 ഈസ് ഈക്വൽ ടു m2t2/w2. m1 നമ്പർ ഓഫ് പൂച്ചകൾ, t1 എന്ന് പറയുന്ന ടൈമാണ്, w1 വർക്ക്. ആദ്യം നോക്കുക, m1 10 പൂച്ചകൾ 10 സെക്കൻഡിൽ വർക്ക് 10 എലികളെ തിന്നും ഈക്വൽ ടു എങ്കിൽ 100 സെക്കൻഡിൽ ടൈം തന്നിട്ടുണ്ട്. 100 സെക്കൻഡിൽ 100 എലികളെ, അതാണ് വർക്ക്. 100 എലികളെ തിന്നാൻ എത്ര പൂച്ച വേണം? m2. 0 ക്യാൻസൽ ആകും. m2 = 10. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, കലണ്ടറിൽ 4 തീയതികൾ രൂപീകരിക്കുന്ന സമചതുരത്തിൽ കാണുന്ന തീയതികളുടെ തുക 64 എങ്കിൽ ഏറ്റവും ചെറിയ തീയതി ഏത്? അപ്പം നമ്മൾ കലണ്ടർ ഒന്ന് നോക്കുക.
അതിലൊരു ആദ്യ ഒരു സംഖ്യ നമുക്കറിയില്ല, എക്സ് എടുത്തു. തൊട്ടടുത്തുള്ള ഡേറ്റ് x+1 ആയിരിക്കും. ഇനി ഒരു ചതുരമാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. എങ്കിൽ തൊട്ടടുത്ത് വരുന്ന ആഴ്ച ഇത് +7 ആയിരിക്കും, 8, 9. അപ്പോൾ ഇങ്ങനെയായിരിക്കും കലണ്ടറിൽ ഫോം ചെയ്യുന്നത്. ഒരു കലണ്ടർ ഒന്ന് നോക്കിയാൽ അത് മനസ്സിലാകും. അപ്പോൾ ഇവിടെ എങ്ങനെ കിട്ടിയേ? ഈ x+7 കൂടെ കൂട്ടിയപ്പോഴാണ് 8 കിട്ടിയത്. അപ്പോൾ x+7 പ്ലസ് അടുത്ത് 9 കിട്ടാൻ x+8. ഇവയുടെ തുകയാണ് 64. അപ്പോൾ 4x 8 16 = 64. അപ്പോൾ 4x = 64 നിന്നും 16 പോയാൽ 48. അപ്പോൾ x = 1, 2, 12 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒരു ക്ലോക്കിൽ 12 അടിക്കാൻ 22 സമയമെടുക്കും. 6 അടിക്കാൻ എത്ര സെക്കൻഡ് സമയം വേണം? അപ്പോൾ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു 12 ലൈൻ വരയ്ക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓരോന്നിനും ഇവ തമ്മിലുള്ള 2 സെക്കൻഡ് സമയം കൊടുക്കുക. 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22 സെക്കൻഡ്. അപ്പോൾ ഒരു ഇൻ്റർവെല്ലിന് 2 സെക്കൻഡ്. നമുക്കിവിടെ 6 അടിക്കാൻ 1, 2, 3, 4, 5, 6 ഇതുവരെ അടിക്കണം. അപ്പോൾ ഇതുവരെയുള്ള 2കൾ തമ്മിൽ കൂട്ടിയാൽ മതി. 2, 4, 6, 8, 10. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, രാജുവിൻ്റെ അമ്മയുടെ പ്രായം രാജുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. അപ്പോൾ മദറിന് 9 എന്നെടുത്തു, രാജുവിന് 1 വയസ്സ്. റേഷ്യോ ഇങ്ങനെ എഴുതുക. 9 വർഷം കഴിയുമ്പോൾ വർഷം ഇങ്ങോട്ട് എഴുതി. ഇത് 3 മടങ്ങാവും. മദറിന് 3:1 ആകും. രാജുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം. അപ്പോൾ എഴുതിയതുപോലെ ഞാൻ വരച്ചു എഴുതി. ഇനി ഇത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഇനി എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇത്ര എഴുതിയത് മനസ്സിലായല്ലോ. റേഷ്യോ വെച്ച് എഴുതി. ഇനി ചെയ്യേണ്ടത്, രാജുവിൻ്റെ വയസ്സാണ് ചോദിച്ചിട്ടുള്ളത്, അത് നമ്മൾ റൗണ്ട് ചെയ്തു. ആ റൗണ്ട് ചെയ്തത് ഇൻറ്റു വർഷം, ഈ 9 ഇൻറ്റു ഈ റൗണ്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് റേഷ്യോ ചെയ്തല്ലോ, അവ തമ്മിലുള്ള വ്യത്യാസം 3 - 1 2. ഇനി ഓപ്പോസിറ്റ് ഗുണിച്ച് എഴുതുക. 1 × 9 - 1 × 3. 9 - 3 ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. 3, 3, 9, 2, 3, 6, 2, 2, 3 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഒരാൾ ഒരു ദിവസം കൊണ്ട് 2, 2, 2 മീറ്റർ സൈഡിൽ ഒരു കുഴി നിർമ്മിക്കും. ഇതേ നിരക്കിൽ 3 പേർ ചേർന്ന് 4, 4, 4 മീറ്റർ സൈസിൽ ഒരു കുഴി നിർമ്മിക്കാൻ എത്ര ദിവസം വേണം? ഇതും നമ്മൾ നേരത്തെ ആ പൂച്ചയുടെ പ്രോബ്ലം തന്നെയാണോ? M1 T1 by W1 is equal to M2 T2 by W2. M1 ഒരാൾ, 1 ഇൻറ്റു ഒരു ദിവസം T1 1, വർക്ക് 2 × 2 × 2, വർക്ക് ഇത്രയുമാണ് വർക്ക്. ഈസ് ഈക്വൽ ടു M2 3 പേർ എത്ര ദിവസം? T2 അല്ലെങ്കിൽ T2 വർക്ക് 4 × 4. ഇത്രയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2, 2, 2, 2 × 2 × 2. ഈ 2 × 2 ഇവിടെ പോകും, ഈ 3 താഴെ വരും. അപ്പോൾ 2 × 2 4, 4 × 2 8, 8/3 എന്ന് വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ തിരുവനന്തപുരം ചോദിച്ച ലളിതമായ കണക്കിലെ ചോദ്യങ്ങൾ.